രാവിലെ കോളേജിൽ പോകാനായി പ്രിയ പതിവ് പോലെ തിടുക്കത്തിലായിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ഒതുക്കി കെട്ടുമ്പോഴും മനസ്സ് കോളേജിലെ കൂട്ടുകാർക്കിടയിലുള്ള വിശേഷങ്ങളിലായിരുന്നു. ഡ്രസ്സിംഗ് ടേബിളിന്റെ അരികിൽ കിടന്ന ഹാൻഡ് ബാഗ് തോളിലിട്ട് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. "അമ്മേ, ഞാൻ പോവാ," അവൾ വിളിച്ചു പറഞ്ഞു. അമ്മയുടെ മറുപടി കേൾക്കാൻ പോലും കാത്തു നിൽക്കാതെ അവൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് നടന്നു. പ്രിയയുടെ ദിവസങ്ങൾ എന്നും കോളേജിന്റെയും സുഹൃത്തുക്കളുടെയും ചക്രവലയത്തിലാണ്. കോളേജിലേക്ക് പോകുന്ന വഴിക്ക് അനുവിനെ കൂടെ കൂട്ടണം. അനു എന്ന അനുഗ്രഹ അവരുടെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടിയാണ്. ആദ്യം ഒന്നും വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. എങ്കിലും കോളേജിൽ ഒരുമിച്ച് ആയപ്പോൾ തുടങ്ങിയ സൗഹൃദമാണ്. അതുപോലെ അനു അമലിന്റെ അനിയത്തിയാണ്. പ്രിയയും അനുവും ഒരുമിച്ച് പോകുന്നത് കൊണ്ട് അവൾ നേരെ അമലിന്റെ വീട്ടിലേക്കാണ് നടന്നത്. അമലിന്റെ വീടിന്റെ ഗേറ്റ് അല്പം തുറന്നു കിടക്കുകയായിരുന്നു. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഉമ്മറത്തെ മണവും കാറ്റും അവൾക്ക് പരിചിതമാണ്. അവൾ ഉമ്മറത്തെത്തി അകത്തേക്ക് നോക്കി വിളിച്ചു, "ആന്റി, അനു." അടുക്കളയിൽ നിന്ന് ശാരദ ആന്റി കൈ തുടച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. പ്രിയയെ കണ്ടതും ആന്റിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. "വാ മോളെ പ്രിയേ, അകത്തേക്ക് കയറിയിരിക്ക്. അനു മുറിയിൽ റെഡിയാവുന്നുണ്ട്. 1-2 മിനിറ്റിൽ വരും." പ്രിയ അകത്തേക്ക് കയറി സോഫയിലിരുന്നു. മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും പ്രിയയ്ക്ക് അക്ഷമയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് റൂമിന്റെ വാതിൽ തുറന്ന് അനു ബാഗുമായി പുറത്തേക്ക് വന്നു. അവൾ വരുന്നത് കണ്ടതും പ്രിയ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. "ഡി, 5 മിനിറ്റ് കൂടെ ഒന്ന് കാത്തിരിക്കണേ. വാട്ടർ ബോട്ടിൽ ഇന്നലെ കോളേജിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പുതിയ ഒന്ന് മുകളിൽ നിന്ന് എടുക്കണം," അനു പരിങ്ങലോടെ പറഞ്ഞു. പ്രിയ മുഖം ചുളിച്ചു. ചുണ്ടുകൾ വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, "എന്റെ ദൈവമേ, നിന്റെ ഈ മറവി! ഒരു ദിവസം നിന്നെ കൊല്ലും അനു. എന്നും ഓരോന്ന് മറന്നു വരാൻ നിനക്ക് എങ്ങനെയാ സാധിക്കുന്നത്?" അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "അത് സാരമില്ലടി, നീ ഒന്ന് വെയിറ്റ് ചെയ്. പിന്നെ പാറു പോയോ?" അനുവിന്റെ ആ ഒരൊറ്റ വാചകം പ്രിയയുടെ മുഖത്തെ ഭാവം അപ്പാടെ മാറ്റി. പെട്ടെന്നൊരു ഇരുട്ട് അവളുടെ മുഖത്ത് പടർന്നു. "ഓ, ദയവ് ചെയ്ത് അവളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കല്ലേ." പ്രിയയുടെ ശബ്ദത്തിൽ ഒരു അസഹിഷ്ണുത അണപ്പൊട്ടി. അടുക്കളയിൽ നിന്ന് ചായയുമായി വന്ന ശാരദ ആന്റി പ്രിയയുടെ മാറ്റം ശ്രദ്ധിച്ചു. "എന്താ പ്രിയേ, എന്താ പറ്റിയത്?" പ്രിയ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. "ഒന്നുമില്ല ആന്റി, അവളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ദേഷ്യം വരും." അനു കസേരയിലേക്കിരുന്നു. പ്രിയയുടെ ദേഷ്യം കണ്ട് അവൾക്ക് സംശയമായി. "പാറുവിനോട് നിനക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം?" പാറു കാണാൻ പോലും പൊതുവെ പാവമായതുകൊണ്ട് കാരണമറിയാൻ ചോദിച്ചതാണ്. പ്രിയ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ അലിവുണ്ടായിരുന്നില്ല, വെറും പുച്ഛം മാത്രം. "പ്രശ്നമോ? അവളാണ് എൻ്റെ വീടിൻ്റെയും എനിക്കുമുള്ള ഒരേ ഒരു പ്രശ്നം." അനു സംശയത്തോടെ നെറ്റി ചുളിച്ചു. "എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ പറയുന്നത്? അവൾ നിന്നോട് അങ്ങോട്ട് എന്ത് ദ്രോഹമാണ് ചെയ്തത്?" പ്രിയയുടെ ദേഷ്യം ഒന്നുകൂടെ കൂടി. "എന്തെങ്കിലും ചെയ്യണമെന്നില്ല അനു. അവളെ കണ്ടാൽ തന്നെ എനിക്കൊരു വല്ലാത്ത അസ്വസ്ഥതയാണ്." അപ്പോഴേക്കും മുകളിലെ മുറിയിൽ നിന്ന് അമൽ ഇറങ്ങി വന്നു. പ്രിയയുടെ സംസാരം കേട്ട് അവൻ ഡൈനിങ് ടേബിളിന്റെ അരികിൽ നിശബ്ദനായി നിന്നു. അവൾ പറയുന്നത് കേൾക്കാൻ അവന് താല്പര്യം തോന്നി. വീട്ടിൽ ഒരാളോട് പോലും അവൾ മിണ്ടില്ല. പ്രിയ തുടർന്നു. ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ മുന്നോട്ട് വന്നാൽ തലകുനിച്ച് നിൽക്കും. എപ്പോഴും കരയാൻ പോകുന്ന ആ മുഖം. എന്തോ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും അവളെ കൊണ്ട് മാത്രമാണുള്ളത് എന്ന പോലെ അവളുടെ നടപ്പ്. അനുവിന്റെ മുഖം മങ്ങി. പ്രിയയുടെ വാക്കുകളിൽ പാറുവിനോട് ഒട്ടും കരുണയില്ലെന്ന് അവൾക്ക് തോന്നി. "പ്രിയേ, അവൾക്ക് എന്തെങ്കിലും വലിയ വിഷമം ഉണ്ടാവില്ലേ? ചിലപ്പോൾ ഉള്ളിൽ വലിയ എന്തെങ്കിലും വേദന കാണില്ലേ?" പ്രിയ വീണ്ടും പുച്ഛത്തോടെ ചിരിച്ചു. "എന്ത് വിഷമം? അച്ഛനും അമ്മയും പഠിക്കാൻ വിട്ടിട്ടുണ്ട്. നല്ല ഭക്ഷണമുണ്ട്, വീടുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. പിന്നെ എന്ത് വിഷമം? അതൊക്കെ വെറും നാടകമാണ് അവളുടെ." പ്രിയ പറഞ്ഞു നിർത്തി. അമലിന്റെ മുഖം ഗൗരവമായി. പ്രിയ പറയുന്നത് വെറും പുറംകാഴ്ച മാത്രമാണെന്ന് അവന് തോന്നി. ചില വേദനകൾ പുറമേ കാണാൻ കഴിയില്ല. അനുവിനും അത് തന്നെയാണ് തോന്നിയത്. "പ്രിയേ," അനു പതിയെ വിളിച്ചു. "നീ ഒരിക്കലെങ്കിലും അവളോട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ?" പ്രിയ മറുപടി നൽകാൻ മടിച്ചു. "ഇല്ല." "അവൾ എന്താ ചിന്തിക്കുന്നതെന്ന് നീ ചോദിച്ചിട്ടുണ്ടോ?" "ഇല്ല." അനു ഒന്നുകൂടെ ചോദിച്ചു. "അവൾക്ക് എന്താ ഇത്ര പേടി എന്ന് നിനക്കറിയാമോ?" പ്രിയ അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് നിന്ന് ചിരിച്ചു. "എനിക്കതൊന്നും അറിയണ്ട അനു. അവൾ എപ്പോഴും ഇങ്ങനെയാണ്, കുഞ്ഞുനാൾ മുതൽ. ഞാൻ പറയുന്നത് കേൾക്കില്ല, അമ്മ പറയുന്നത് കേൾക്കില്ല. ആർക്കും ഉപകാരമില്ലാത്ത ജന്മം." അടുക്കളയിൽ നിന്ന് ശാരദ ആന്റി പോലും അത് കേട്ട് നിശബ്ദയായി. ഒരു ചേച്ചിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോഴാണ് അമൽ അങ്ങോട്ടേക്ക് വന്നത്. പ്രിയ അവനെ ശ്രദ്ധിച്ചു.
പ്രിയ, അമൽ പതുക്കെ വിളിച്ചു. ഒരു ചോദ്യം ചോദിക്കട്ടെ? എന്താ? പ്രിയ ദേഷ്യത്തോടെ ചോദിച്ചു. അമൽ ഒരു നിമിഷം അവളെ ഉറ്റുനോക്കി. ഒരാൾ എപ്പോഴും പേടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അഹങ്കാരമാണെന്നാണോ അർത്ഥം? പ്രിയ മറുപടി നൽകാൻ കഴിയാതെ നിന്നു. പിന്നെ അമൽ തുടർന്നു. ഒരാൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരോടും ഇഷ്ടമില്ലെന്നാണോ അർത്ഥം? വീണ്ടും നിശബ്ദത. അമലിൻ്റെ ശബ്ദം താഴ്ന്നു. പക്ഷേ ഓരോ വാക്കും പ്രിയയുടെ ഉള്ളിൽ തറച്ചു. ചിലർക്ക് സംസാരിക്കാൻ പേടിയായിരിക്കാം, ചിലർക്ക് വിശ്വസിക്കാൻ പേടിയായിരിക്കാം. തെറ്റ് ചെയ്യാതിരുന്നിട്ടും കുറ്റവാളിയെപ്പോലെ ജീവിക്കേണ്ടി വന്നവരുടെ വേദനകൾ ആരും കാണാറില്ല. അവൻ പറയുന്നത് കേട്ടതും പ്രിയ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. നീ എന്തിനാ അവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് അവളെക്കുറിച്ച് അറിയില്ല ഒന്നും. പ്രിയ പറയുന്നത് കേട്ട് അമൽ ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല. വിധി പറയുന്നതിന് മുൻപ് ഒരാളെ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾക്കറിയില്ല, അവളെപ്പോലെ ഒരാളെ സഹിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാകും. അത്രയും പറഞ്ഞ് പ്രിയ ദേഷ്യത്തോടെ ബാഗും എടുത്തെഴുന്നേറ്റു. അനു, നമുക്ക് പോവാം. സമയം കളയാൻ നിൽക്കണ്ട. അനു അമലിനെ നോക്കി. അമലിൻ്റെ കണ്ണുകളിൽ പാറുവിനെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യചിഹ്നമുണ്ടായിരുന്നു. അവൾ ബാഗും എടുത്ത് പുറത്തിറങ്ങി. നടക്കുമ്പോഴും അനുവിൻ്റെ മനസ്സ് പാറുവിനെക്കുറിച്ചായിരുന്നു. എല്ലാവരും തെറ്റിദ്ധരിക്കുമ്പോൾ ശരിക്കും എന്താണ് പാറു അനുഭവിക്കുന്നത്? എന്തിനാണ് അവൾ എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്നത്? ആർക്കും ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി. ആർക്കും കാണാൻ കഴിയാത്ത ഒരു കഥ അവളുടെ കണ്ണുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അമലിനും അനുവിനും ഉറപ്പുണ്ടായിരുന്നു. അത് പുറത്തു വന്നാൽ പലരുടെയും ധാരണകൾ തകർന്നു പോകുമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ലായിരുന്നു. രാവിലെ വീടിനുള്ളിലെ അന്തരീക്ഷം പതിവ് പോലെ തിടുക്കത്തിലായിരുന്നു. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കൂട്ടിയിരിക്കുന്ന ശബ്ദവും ഗ്യാസ് അടുപ്പിൽ ചായ തിളയ്ക്കുന്നതിൻ്റെ മന്ദഗതിയിലുള്ള പതപ്പും ഹാളിലെ ടിവിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വാർത്താ വായനക്കാരൻ്റെ യാന്ത്രികമായ ശബ്ദവും എല്ലാം ചേർന്ന ഒരു സാധാരണ പ്രഭാതം. പക്ഷേ പാറുവിന് മാത്രം ആ രാവിലെ തീർത്തും അസ്വാഭാവികമായിരുന്നു. സമയം മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും അവൾ മാത്രം എവിടെയോ തടഞ്ഞു നിന്നതുപോലെ. മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ അവൾ കുറേ നേരം നിശ്ചലമായി നിന്നു. സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു. വല്ലാതെ അലസമായി മുടി ഒതുക്കിക്കെട്ടി കണ്ണെഴുതാൻ കൂട്ടാക്കാതെ മുഖത്ത് പൗഡർ പോലും ഇടാതെ അവൾ അവിടെ നിന്നു. കണ്ണാടിയിലെ ആ രൂപം തൻ്റേതല്ലെന്ന് അവൾക്ക് തോന്നി. രാത്രി മുഴുവൻ നീണ്ട ഉറക്കമില്ലായ്മ അവളുടെ കണ്ണുകൾക്ക് താഴെ ഇരുണ്ട പാടുകൾ തീർത്തിരുന്നു. അത് കേവലം ഒരു ക്ഷീണമല്ല, ആത്മാവിനെ വരെ തളർത്തുന്ന വല്ലാത്തൊരു തളർച്ചയായിരുന്നു. മേശപ്പുറത്ത് കിടക്കുന്ന ഫോണിലേക്ക് അവൾ വെറുതെ ഒന്ന് നോക്കി. ആ വീഡിയോ ഫയൽ ഇപ്പോഴും ഒരു പ്രേതം പോലെ അവിടെയുണ്ട്. അത് വീണ്ടും തുറക്കാൻ അവൾക്ക് ധൈര്യമില്ല. പക്ഷേ അത് അവിടെയുണ്ടെന്ന സത്യം അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി. എന്തിനാണ് ആ വീഡിയോ? ആരയച്ചു? ആ ചിന്തകൾ അവളുടെ മനസ്സിൽ ഭാരമായി അമർന്നു. ബാഗും എടുത്ത് അവൾ പതിയെ മുറിക്ക് പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദം അവളെ തടഞ്ഞു. പാറു, ഇങ്ങോട്ട് വന്നേ. അവൾ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. അമ്മ അവളെ അടിമുടി ഒന്ന് നോക്കി. അപ്പോഴേക്കും അമ്മയുടെ മുഖത്ത് അതൃപ്തിയുടെ വരകൾ വീണു കഴിഞ്ഞിരുന്നു. ഇതെന്താ കോലം? അമ്മയുടെ ശബ്ദത്തിൽ ഒരു പരിഹാസത്തിൻ്റെ ശീലയുണ്ടായിരുന്നു. പാറു ഒന്നും മിണ്ടിയില്ല. എന്ത് പറയാനാണ്? കണ്ണെഴുതിയില്ല, മുഖത്തൊരു പൗഡർ പോലും ഇട്ടിട്ടില്ല. മുടി കെട്ടിയത് കണ്ടാൽ തന്നെ അറിയാം എന്ത് കോലമാണെന്ന് അമ്മ അസ്വസ്ഥതയോടെ പറഞ്ഞു. നിനക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരുന്നില്ലേ? നല്ല ഡ്രസ്സ് വാങ്ങിത്തരുന്നുണ്ട്, ക്രീമുകൾ വാങ്ങിത്തരുന്നുണ്ട്, പിന്നെന്താ ഒന്ന് മനുഷ്യക്കൊല്ലത്തിൽ നടന്നാൽ? പാറു തല താഴ്ത്തി നിന്നു. ഒരുങ്ങാൻ മനസ്സ് വരുന്നില്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവുമോ? സ്വന്തം മുഖം കണ്ണാടിയിൽ കാണാൻ പേടിയാണെന്ന് പറഞ്ഞാൽ അത് ഭ്രാന്താണെന്ന് അമ്മ വിധിക്കില്ലേ? താൻ രാത്രി മുഴുവൻ കരഞ്ഞു തളർന്നുവെന്നും ആരോ തൻ്റെ ജീവിതം കരുവാക്കി കളിക്കുകയാണെന്നും പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഇല്ല. ആ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ മൗനം പാലിച്ചു. അമ്മ വീണ്ടും അവളെ സൂക്ഷിച്ചു നോക്കി. വെളുത്തിട്ടെന്ത് കാര്യം? ഒരു മെനയുമില്ല, ഒരു ഐശ്വര്യവുമില്ല. മുഖം കണ്ടാൽ എപ്പോഴും രോഗിയെപ്പോലെ. ആ വാക്കുകൾ കേട്ടപ്പോൾ പാറുവിൻ്റെ ഉള്ളിൽ ഒരു തരം വിങ്ങൽ തോന്നി. എത്ര വിചിത്രമാണ് ഈ ലോകം! ചെറിയ കുട്ടിക്കാലം മുതൽ അവൾ കേൾക്കുന്നതാണ്. കറുത്ത നിറമാണെങ്കിൽ കറുപ്പാണെങ്കിലും ഐശ്വര്യമുണ്ട് എന്ന് പറയും. വെളുത്ത നിറമാണെങ്കിൽ വെളുത്തിട്ട് ഒരു മെനയില്ല എന്ന് കുറ്റപ്പെടുത്തും. നിറം ഏതായാലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുറവ് കണ്ടെത്തണം. ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് നോക്കാൻ ആരും മെനക്കെടുന്നില്ല. എല്ലാവരും പുറമോടിയെ മാത്രം വെച്ച് വിധി പറയുന്നു. പാറുവിന് പെട്ടെന്നൊരു ചിരി വന്നു. അതൊരു വേദന നിറഞ്ഞ ചിരിയായിരുന്നു. തൻ്റെ മുഖത്ത് മെനയില്ലെന്ന് പറയുന്നവർക്ക് തൻ്റെ ഉള്ളിൽ എത്ര മുറിവുകൾ ഉണങ്ങാതെ കിടപ്പുണ്ടെന്ന് അറിയാൻ കഴിയില്ലല്ലോ. എന്താ ചിരിക്കുന്നത്? അമ്മയുടെ ചോദ്യം അവളുടെ ചിന്തകളെ തടസ്സപ്പെടുത്തി.
ഒന്നുമില്ല, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അമ്മ ഭക്ഷണ മേശപ്പുറത്തേക്ക് വച്ചു. ഇരുന്ന് കഴിക്ക്. പാറു കസേരയിലേക്കിരുന്നു. വിശപ്പില്ലായിരുന്നു. പക്ഷെ കഴിച്ചില്ലെങ്കിൽ വീണ്ടും അമ്മയുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും. അവൾ നിർബന്ധപൂർവം ഒരു ഇഡലി കഷ്ണം വായിലേക്ക് വെച്ചു. ഇന്നലെ പ്രിയ പറഞ്ഞിരുന്നു, അമ്മ പെട്ടെന്ന് പറഞ്ഞു. പാറുവിൻ്റെ കൈ നിശ്ചലമായി. നിന്നെക്കുറിച്ച്. അവൾക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യമുണ്ട്. നീ അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. പാറുവിൻ്റെ ശ്വാസം മുട്ടി. വീണ്ടും പഴയ പല്ലവി. എല്ലാം താൻ കാരണം, എല്ലാം തൻ്റെ തെറ്റ്. പ്രിയയ്ക്ക് ദേഷ്യം വന്നാൽ അത് പാറുവിൻ്റെ തെറ്റ്. പ്രിയ കുറ്റം പറഞ്ഞാൽ അത് പാറുവിൻ്റെ തെറ്റ്. ചോദിക്കാൻ തോന്നി. അമ്മേ, ഞാൻ കരയുമ്പോൾ കണ്ടിട്ടില്ലേ? ഞാൻ ഉറങ്ങാതെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? എനിക്ക് പേടിയുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചുകൂടെ? പക്ഷേ ചോദിച്ചിട്ട് എന്ത് കാര്യം? വർഷങ്ങളായി പറയാത്തത് ഇന്ന് പറഞ്ഞാൽ എന്തു മാറ്റം വരാനാണ്? ചില വീടുകളിൽ കുട്ടികൾ സംസാരിക്കാത്തത് സ്വഭാവം കൊണ്ടല്ല, സംസാരിച്ചിട്ടും കേൾക്കാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. കേൾക്കുന്നുണ്ടോ? അമ്മയുടെ ചോദ്യം വരുന്നു. ഉണ്ട്. പ്രിയയെ ദേഷ്യം പിടിപ്പിക്കരുത്. ശരി, അവൾ അത്രമാത്രം പറഞ്ഞു. പക്ഷേ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. ദേഷ്യം, അമർഷം, സങ്കടം, നിസ്സഹായത എല്ലാം കൂടി ഒരു കെട്ടഴിച്ചു വിടാനാവാത്ത അവസ്ഥ. അവൾ കരച്ചിൽ ബലമായി അടക്കി പിടിച്ചു. കരയാൻ പോലും അവൾക്ക് മടുപ്പായി. ഭക്ഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൾ ബാഗുമെടുത്ത് എഴുന്നേറ്റു. ഞാൻ പോവാ. അമ്മ തിരിഞ്ഞുപോലും നോക്കിയില്ല. അടുക്കളയിലെ ജോലിയിൽ മുഴുകിയിരുന്നു. പാറു വീടിന് പുറത്തേക്ക് നടന്നു. ഗേറ്റ് അടച്ച ആ ശബ്ദം അവളുടെ പുറകിൽ ഒരു വലിയ കഥ കടയുന്നത് പോലെ തോന്നി. റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ വെയിൽ പരന്നിരുന്നു. ആളുകൾ അവരുടെ തിരക്കുകളിലേക്ക് പോകുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു. പാറു മാത്രം ഒരു ഭയം പേറി നടന്നു. ബാഗിനുള്ളിലെ ഫോൺ അവൾക്കൊരു വലിയ ഭാരമായി തോന്നി. അത് തുറന്നാൽ എന്ത് സംഭവിക്കും? തൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവളോടൊപ്പം നിഴലായി നടന്നു. സ്കൂളിലേക്കുള്ള ആ വഴി അവൾക്ക് ഇന്ന് ഒരു നീണ്ട തടവറ പോലെ തോന്നി. പെട്ടെന്ന് ബാഗിനുള്ളിൽ ഫോൺ ഒരു തവണ വൈബ്രേറ്റ് ചെയ്തു. അവളുടെ കൈ അറിയാതെ ബാഗിലേക്ക് നീങ്ങി. വിരലുകൾ ഫോണിൽ തട്ടി. അപ്പോൾ സ്ക്രീനിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ തെളിഞ്ഞു. 1 ന്യൂ മെസ്സേജ്. പാറുവിൻ്റെ ഹൃദയം ഒരു നിമിഷം സ്തംഭിച്ചുപോയി. കാരണം മെസ്സേജ് വന്നിരിക്കുന്നത് ഇന്നലെ ഭീഷണിപ്പെടുത്തിയ നമ്പറിൽ നിന്നല്ല, മറ്റേ നമ്പറായിരുന്നു അത്. ആ തിരിച്ചറിവ് അവളെ നടുക്കിക്കളഞ്ഞു. 2 നമ്പറുകൾ, 2 ലോകങ്ങൾ. താൻ എങ്ങോട്ടാണ് ചെന്ന് പെടുന്നത്?